മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ ചിക്കൻ്റെ ഒരു വിഭവം ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഇപ്പോൾ നോമ്പ് സമയമാണെന്നൊക്കെ അറിയാം, എങ്കിലും നോമ്പ് കഴിഞ്ഞിട്ട്, അതായത് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുമല്ലോ, എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു മീലാണ് രാത്രി കഴിക്കുന്നത്. ആ സമയത്ത് നോൺ വെജ് എല്ലാം കഴിക്കുമല്ലോ, ചിക്കൻ, മട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ്റെ വിഭവം നമുക്ക് തയ്യാറാക്കിയാലോ. വളരെ വ്യത്യസ്തമായൊരു ചിക്കനാണ്. ഇതിന് പേര് പോലും ഞാൻ സത്യം പറഞ്ഞ് ഇട്ടിട്ടില്ല. നമുക്കൊരു ഗ്രീൻ ചിക്കൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഗ്രീൻ ചിക്കൻ കറി ചേരുവകൾ: ചിക്കൻ ഏകദേശം ഒരു 1.25 കിലോ ഉണ്ടായിരുന്നു, അത് 35 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി ഗ്രീൻ മസാല പേസ്റ്റിന് വേണ്ട ചേരുവകൾ: മല്ലിയില 200 ഗ്രാം, പുതിന 150 ഗ്രാം, വെളുത്തുള്ളി 10 വലിയ അല്ലി, ഇഞ്ചി 1 വലിയ കഷ്ണം, സവാള 2 ഇടത്തരം കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി ക്രീം പേസ്റ്റിന് വേണ്ട ചേരുവകൾ: അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്തതും, മിൽക്കി മിസ്റ്റിൻ്റെ തൈര് 1/2 കപ്പ്, സവാള 2 ഇടത്തരം കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. മറ്റ് ചേരുവകൾ: ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം, ഫ്രഷ് ക്രീം 125 ഗ്രാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം. അതിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചിക്കൻ ഏകദേശം ഒരു 1.6 ഒരു ചിക്കനാണ് ഇവിടെ ഉള്ളത്. ഒരു 35 പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്, 35 കഷ്ണങ്ങൾ. ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി വറുത്ത് കോരുകയും വേണം. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല പേസ്റ്റ് ഉണ്ടാക്കാം, ഉള്ളി വറുക്കാനും തുടങ്ങാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു. ഇനി അടുപ്പിലേക്ക് ആദ്യം ഒരു ചെറിയ ചീനച്ചട്ടി വയ്ക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ മതിയാകും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വറുത്ത് കോരും. ഇത് റിഫൈൻഡ് ഓയിലാണ്, വെളിച്ചെണ്ണ വേണമെന്നില്ല. എണ്ണ ചൂടായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലെ ഉള്ളിയായിരുന്നു, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇത് 2 സവാള, അതും ചെറിയ സൈസായിരുന്നു, ഒരുപാട് വലുതല്ല. ഒരു 10 പച്ചമുളക്, നല്ല എരിവുള്ളാണെങ്കിൽ 10 മുതൽ 15 വരെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത് വലിയ അല്ലിയാണ്, അത് ഇതിൻ്റെ മേളിലേക്ക് ഇടാം. ഓക്കെ. പിന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുകയാണെങ്കിൽ സ്ക്വയർ പീസ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. ഇതിനോടൊപ്പം പിന്നെ വേണ്ടത് കുറച്ച് കൂടുതൽ പുതിന, ഒരു വലിയൊരു കൈ നിറച്ച്, അതായത് കപ്പളവ് പറയാനാണെങ്കിൽ ഒരു കപ്പിൽ കൂടുതൽ, 1.5 കപ്പോളം. മല്ലിയില കുറച്ച് പുതിനേക്കാട്ടിലും കൂടുതൽ, ഒരു 2 കപ്പ് മല്ലിയില അരിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചെറിയ തരിതരിപ്പാണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല, ഒരു തരിതരിപ്പായിട്ട് ഇങ്ങനെ അരച്ചിട്ട് വരാം. അപ്പോൾ ഇതും വറുക്കണം. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ കുക്കിങ്ങിന് മുന്നേ, പാചകം ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് വെക്കേണ്ട കാര്യം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഉള്ളി ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ട് തന്നെ വറുത്തെടുക്കാം. കാര്യം ഇത് ചുരുങ്ങുമ്പോൾ എണ്ണ ഇത് മതിയാകും, കുറച്ചുകൂടി ക്വാണ്ടിറ്റി കുറയും. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു സവാള. ഈ ഒരു സമയത്തെ നമ്മളിങ്ങനെ കോരി തുടങ്ങണം. അപ്പോൾ ഇരുന്നൊരു മൂക്കിലും കൂടി ഉണ്ടല്ലോ, കരിയാൻ പാടില്ല, ശരിക്കും ആ ഒരു കരികരിപ്പായിട്ട് കിട്ടണം. നമ്മൾ ബിരിയാണിയുടെ ഒക്കെ മുകളിൽ ഇടാനായിട്ട് വറുക്കില്ല, അതേപോലെ തന്നെ. ഉള്ളിയുടെ കാര്യം കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉള്ളി വറുത്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മല്ലിയില അതെ 2-3 പിടി എന്നൊക്കെ പറയാം, ഒരു 3 പിടി എന്ന് പറയാം. കപ്പളമാണെങ്കിൽ 2-2.5 കപ്പോളം വരും. അതിനോടൊപ്പം പുതിന കുറേ ഉണ്ട്, അരച്ച് വരുമ്പോൾ എല്ലാം കൂടി പേസ്റ്റ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര കാര്യങ്ങൾ. അതും അളവ് എന്ന് പറയുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 മുതൽ 15 വരെ ആകാം പച്ചമുളക്, എരിവനുസരിച്ച്. 10 അല്ലി വെളുത്തുള്ളി, വലിയ ചൈന വെളുത്തുള്ളിയാണ് 10, അല്ലെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി എന്ന് വയ്ക്കാം. 2 സവാള, അത് ചെറിയ ഫൈനായിട്ട് വേണമെന്നില്ല, ചോപ്പ് ചെയ്താൽ മതി. ഹാഫ് സ്ലൈസസ് ആയിട്ടോ ഷോപ്പായിട്ടോ എടുക്കും. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റായിട്ട്, ഒരു സെമി പേസ്റ്റ്
തരിതരിപ്പായിട്ട് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ മസാല പേസ്റ്റ് റെഡി. കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു പേസ്റ്റും കൂടി ഉണ്ടാക്കണം. അതായത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻസ് 2 എണ്ണം കനം കുറച്ച് അരിഞ്ഞിട്ട് വറുത്തത്, അതും അതോടൊപ്പം ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്. ഓക്കെ, ഇത് 2 കാര്യങ്ങൾ പ്ലസ് ഒരു കാര്യം കൂടിയുണ്ട്, അതായത് കുറച്ച് തൈര് വേണം, അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫാം ഫ്രഷ് കേർഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും ഏകദേശം ഒരു അരക്കപ്പോളം എടുക്കാം. അരക്കപ്പെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ. അരക്കപ്പ് തൈരും ചേർത്ത്, ഇത് 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട്. അപ്പോൾ നമ്മുടെ തയ്യാറെടുപ്പുകളൊക്കെ ഏതാണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്രീൻ മസാല പേസ്റ്റ് റെഡി, ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നു, ഉള്ളി വറുത്തതും പിന്നെന്താ തൈരും മിൽക്കി മിസ്റ്റിൻ്റെ കേർഡും പിന്നെ അതുപോലെ ഒരു 50 ഗ്രാം കുതിർത്ത അണ്ടിപ്പരിപ്പും കൂടി ഒരു പേസ്റ്റായിട്ട് അരയ്ക്കാനായിട്ട് എടുത്തു കഴിഞ്ഞു. ഇതും കൂടി അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കി തുടങ്ങും. ഗ്രീൻ ചിക്കൻ തയ്യാറാക്കാം. ദേ നമ്മുടെ കാഷ്യൂ, ഫ്രൈഡ് ഓണിയൻ ആൻഡ് തൈര് പേസ്റ്റ് സെറ്റ്. അല്ലായി ക്രീമി പേസ്റ്റും റെഡി, ഗ്രീൻ പേസ്റ്റും റെഡി. ഇനി നമ്മൾ കുറച്ച് വലിയൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുന്നു. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ്റെ പീസസ് നല്ലൊരു 35 പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കുറച്ച് കൂടുതലുണ്ട്, ഒരു 1,600 ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ച മസാല ഗ്രീൻ പേസ്റ്റ് ചേർക്കാം. എന്താ മണം, രക്ഷയില്ല. പുതിന ആൻഡ് മല്ലിയില, സൂപ്പർ. പിന്നെ കുറച്ച് ഉപ്പ്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഓക്കെ, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കനിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിക്കാം. നല്ല ഗ്രീൻ കളറിലെ ചിക്കൻ മാരിനേഷൻ. ഇതുവരെ നമ്മൾ ഗരം മസാലയുടെ ഐറ്റംസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മാരിനേറ്റഡ് ആയിട്ട് ഇനി ഇതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ ഗീ, കൗ ഗീ, അതും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഗീയും കൂടി ചേർക്കും, ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇനി അടുപ്പ് കത്തിച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിൽ നിന്നും കുറച്ച് ഈർപ്പമൊക്കെ ഇറങ്ങി വരും. പിന്നെ മസാലയൊക്കെ ഉണ്ടല്ലോ, അതിന് വെള്ളമൊക്കെ ഉണ്ട്. പാത്രം അടച്ച് വേവിക്കാം. ആദ്യം കുറച്ച് നേരം ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങട്ടെ, അതിന് വേണ്ടിയിട്ട് അടച്ചിടാം. എന്നിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുത്തു. ഓക്കെ, ഇനി ഇത് വേകട്ടെ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതൊന്ന് വേകട്ടെ. ഇനി ഒരു പേസ്റ്റും കൂടി ചേർക്കാനുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം, തിരിച്ചും മറിച്ചും ഒക്കെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു വെയിറ്റ് റിഷാർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്സ് ഞാൻ ഇടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ വെള്ളമൊക്കെ ഇറങ്ങി. ഇത് നോക്കിയേ, കണ്ടില്ലോ, ആ ചിക്കനിൻ്റെ ഉള്ള വെള്ളവും നല്ല മസാലയുടെ ആ ഗ്രീൻ മസാലയിലുള്ള വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു പാകമായിട്ടുണ്ട്. ചിക്കൻ്റെ പീസസ് എല്ലാം ഓൾമോസ്റ്റ് കുക്ക്ഡ്. എന്താ മണം എന്നറിയാമോ, അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മണം. ഈ കിച്ചൺ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു നല്ലൊരു പുതിന മല്ലി മണമാണ്, രക്ഷയില്ലാത്ത മണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒന്ന് അടുപ്പ് തുറന്നിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഓക്കെ, തീ എളുപ്പം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഇട്ടുന്നത്. ഇപ്പോൾ വീണ്ടും തീ എളുപ്പം ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇനി ഇതങ്ങോട്ട് തിക്കാകും. നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന. അപ്പോൾ ഇതിനകത്തൊരു പുളിക്കായിട്ടുള്ള കാര്യങ്ങൾ, ടൊമാറ്റോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. പക്ഷേ ഇതിൽ തൈര് ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു മിശ്രിതം, അതായത് സവാള 2 വറുത്തത്, ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തതും, ഒരു 1/2 കപ്പ് തൈരും, മിൽക്കി മിസ്റ്റിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല കട്ട തൈര്. അതിനോടൊപ്പം ഈ 2 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. പിന്നെ കാഷ്യൂ പേസ്റ്റ്, ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്തത് ചേർക്കട്ടെ. ഇനി ഇതങ്ങോട്ട് തിക്കാം. ആ മിക്സിയുടെ ബൗളിൽ വെച്ചിട്ടാണ് അരച്ച്, അത് കഴിഞ്ഞിട്ട് ആ ബൗളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതും കൂടി കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി, ഒട്ടും കളയാനില്ല, വെരി പ്രഷ്യസ്. ഒരു തിള വരുമ്പോൾ തന്നെ ഇത് തിക്കായി തുടങ്ങും. കാര്യം അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തല്ലേ. അണ്ടിപ്പരിപ്പ് പേസ്റ്റ്, കാഷ്യൂ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ തിക്കനിങ് ഏജൻറ്റാണ്. ഡാർക്ക് ഒരു നല്ലൊരു എന്താ പറയുക, ആ ഗ്രീൻ കളർ മാറിയിട്ട് ഒരു കുറച്ചൊരു ക്രീമിഷ് ആയിട്ടുള്ളൊരു ഗ്രീനായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർക്കാം. എന്തായാലും ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടായിരുന്നു, അകത്തേക്കൊക്കെ പിടിക്കാനുള്ള ഉപ്പ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. 2 ടൈപ്പ് ഓഫ് മസാലയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു ഗ്രീൻ മസാല, പിന്നെ ഒരു ഒരു ക്രീം സ്റ്റൈലൊരു വൈറ്റ് മസാല. ഗ്രീൻ മസാലയിൽ പുതിന, മല്ലിയില, പിന്നെ അതിനകത്ത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ബേസിക് ആയിട്ടുള്ള എല്ലാ മസാലയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ്. അരച്ച ചിക്കനിൽ പുരട്ടി ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചു. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതിലേക്ക് സെക്കൻഡ് മസാല എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് പേസ്റ്റ് നമ്മൾ ചേർത്തു. അതാണ് അതിൻ്റെ റിച്ച്നെസ് കൊണ്ടുവരുന്ന പേസ്റ്റ്. അതിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് 50 ഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു, 2 സവാള വറുത്തത്. ആദ്യത്തെ ഗ്രീൻ പേസ്റ്റിൽ നമ്മൾ 2 സവാള ചേർത്തിരുന്നു അരച്ച കൂട്ടത്തിൽ. ഇതിൽ വറുത്ത സവാളയും പിന്നെ കുറച്ച് തൈരും, 1/2 കപ്പ് ഓഫ് കേർഡ്. അപ്പോൾ പ്രോസസ്സ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിൽ എന്താ പറയുക, ഗരം മസാല ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കാൻ പ്ലാനില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല പൗഡർ വേണമെങ്കിൽ ചേർക്കാം, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഇതുമായിട്ട് ചേർന്ന് പോണ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ അതിൽ ആ മസാലയുടെ ഒന്നും മണം വേണ്ട. നമുക്ക് ആ ഒരു പുതിന, ആ ഒരു ഗ്രീനിൻ്റെ ആ ഒരു നാച്ചുറൽ മണവും രുചിയുമായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്. അത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് മനോഹരമായ ചിക്കൻ, ഗ്രീൻ ചിക്കൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നല്ല കുറുകിയ ഒരു ചാറായിട്ട് മാറി. ഇനി ഇതിനെ കുറച്ചുകൂടി റിച്ച് ആക്കാനായിട്ട്, ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക, കുറച്ചുകൂടി റിച്ച് ആകും. മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം. യെസ്, ഏതാണ്ടൊരു 100 ml വരെ ആകും. കാണുന്നുണ്ടല്ലോ. വാവ്, നൈസ്, ഗംഭീരമായി കഴിഞ്ഞിട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഗരം മസാലയുടെ ഐറ്റംസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ, എരിവ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റ് പാകമാണ്. അതിന് കുരുമുളക് പൊടി വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പം എന്നാലേ നമുക്ക് ഈ ഒരു ഗ്രീനിഷ് കളർ കിട്ടുള്ളൂ. യെല്ലോ കൂടി ചേർത്താൽ മഞ്ഞൾപ്പൊടി വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു കളറിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗ്രീൻ ചിക്കൻ റെഡി. പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ലൊരു ഗ്രീനും ഒരു പിസ്താഷ്യോടെ ഒരു ക്രീമി ഗ്രേവി. വാവ്, ഇത് ഫുൾ ഓഫ് ഫ്ലേവറാണ്. ശരിക്കുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകളുടെ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇങ്ങനെ ഒഴിച്ച് അലങ്കരിക്കും. അങ്ങനെ നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി റെഡി. അടിപൊളിയാണെന്ന് വെച്ചാൽ ഗംഭീരമാണ്, ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ നോമ്പ് കാലത്ത് ഇത് ഗംഭീരം ആകാനായിട്ട് ഡബിൾ സംഭവമാണ്. കാരണം വളരെ ലൈറ്റാണ്, ഓവർ സ്പൈസി അല്ല, പിന്നെ കുറച്ച് ക്രീമിയാണ്. പിന്നെ ക്രീമൊന്നും അധികം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ക്രീമിൻ്റെ ഭാഗം ഒഴിവാക്കാം. കാഷ്യൂ പേസ്റ്റ് അരച്ച് ചേർക്കുന്നത് നല്ലത് തന്നെയാണ്, നല്ല ഒരു തിക്നെസ്സൊക്കെ കിട്ടുള്ളൂ. നമുക്ക് കുറച്ചൊരു റിച്ച്നെസ് വേണ്ട. ഇത് പത്തിരിക്ക്, പിന്നെ റോട്ടീസിന്, ചപ്പാത്തിക്ക് എല്ലാത്തിനും എക്സലൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയും നല്ലതായിരിക്കും, ഏത് തരം റൈസിൻ്റെ കൂടെയും നല്ലതായിരിക്കും. പ്ലെയിൻ വൈറ്റ് റൈസിൻ്റെ കൂടെയും ഗംഭീരമായിരിക്കും. ഒരു സൈഡിലായിട്ട് ഒരു കോംബോ പോലെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. റൈസ് വിത്ത് ഈ ഒരു ഗ്രീൻ ചിക്കൻ കറി. ഒരുപാട് മസാലകളുടെ അതിപ്രസരമൊന്നുമില്ലാതെ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ എടുക്കുമ്പോൾ വിശന്നല്ല രാവിലെ തൊട്ട് ഒന്നും ജലപാനമില്ലാതല്ലേ ഇരിക്കുന്നത്.
അപ്പോൾ ഒരു നോമ്പ് തുറക്കുമ്പോൾ തന്നെ ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഡിന്നറിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ സമയത്തും ഓവർ സ്പൈസി ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള നല്ല വയറിന് സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല അറ്റ് ദ സെയിം ടൈം റിച്ച് ആയിരിക്കണം. ആ ഒരു എന്താ പറയുക, ആരോഗ്യപരമായ റിച്ച്നെസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എനർജിയും കിട്ടണം, എന്നാൽ നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത കാര്യങ്ങളായിരിക്കണം. രുചിയുടെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഐറ്റമാണ്. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.